الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കഴിഞ്ഞു, അയ്യാമത്തെ ശരീഫ്, ബലി പെരുന്നാള് എല്ലാം കഴിഞ്ഞു. ഇനി എന്ത്? ഈ ചോദ്യത്തിന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ മറുപടി പറയുന്നുണ്ട്. അതാണല്ലോ ഇന്ന് നാം ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ, ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക, ദിക്റൻ കസീറ കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർമ്മിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്തുള്ള ഒരു ഹജ്ജ് കർമ്മത്തിന്റെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം. ജാഹിലിയ കാലത്ത് അറബികൾ ഹജ്ജ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി മിനയിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരവരുടെ കുടുംബ മഹിമ ഇങ്ങനെ പറയും. പറയുക മാത്രമല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്ന അബി കാന കസീറൽ മാൽ, അല്ലാഹ്, എൻ്റെ ഉപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, ഫഅഅ്തിനി ബിമിസ്ലി ദാലിക, അതുപോലെ നീ എനിക്കും സ്വത്ത് തരണേ. എൻ്റെ ഉപ്പ വലിയ സൽക്കാരപ്രിയനായിരുന്നു, നാട്ടിൽ അംഗീകാരമുള്ള ആളായിരുന്നു, അതുപോലുള്ള എല്ലാവിധ സംഗതികളും എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പാന്റെ മഹിമ പറയുകയും ഐഹിക ജീവിത സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ജാഹിലിയ കാലത്തുള്ള ഹജ്ജ് കഴിഞ്ഞ ഉടനെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതല്ല വേണ്ടത്. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ വാപ്പാനെ പറയല്ല വേണ്ടത്, അള്ളാഹുവിനെ ഓർമ്മിക്കുകയാണ് നിങ്ങൾ വാപ്പയെ ഓർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ന് അല്ലാഹു തആല പറയുക വിശുദ്ധ ഖുർആനിലൂടെ. എന്നാൽ ഇന്ന് അത് തന്നെയല്ലേ ഹജ്ജ് കർമ്മത്തിന് ശേഷം നടക്കാറുള്ളത്? ഏതാണ്ട് എല്ലാ ഹാജിമാരും ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അവരുടെ യാത്രാനുഭവങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് അവർ പറയാറുള്ളത്? അവർക്ക് ലഭിച്ച താമസ സൗകര്യത്തെ സംബന്ധിച്ചല്ലേ,
വിഷയം ദുനിയാവല്ലേ. ഭക്ഷണത്തെ സംബന്ധിച്ചാണ് ചർച്ച. അവിടെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടി സജ്ജീകരിച്ച AC-യെ സംബന്ധിച്ചാണ് ചർച്ച. അവിടുത്തെ തണുപ്പിനെ പറ്റിയും ചൂടിനെ പറ്റിയുമാണ് ചർച്ച. മിനയിലേക്കും അറഫയിലേക്കും പോകാൻ തയ്യാറാക്കിയ ട്രെയിൻ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. അവിടുത്തെ റോഡിനെ സംബന്ധിച്ചും ഹറം വികസനത്തെ സംബന്ധിച്ചുമാണ് ചർച്ച. ഇതെല്ലാം ഐഹികമായ ചർച്ചയല്ലേ. ഹജ്ജിനെ സംബന്ധിച്ചൊരു വർത്താനവും ഇല്ല. ദുനിയാവിനെ സംബന്ധിച്ചാണ് സംസാരം. മിനയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായ മാനസിക അനുഭൂതി, അറഫയിൽ നടത്തിയ പ്രാർത്ഥന, കഅബ പ്രദക്ഷിണം ചെയ്യുമ്പോഴുണ്ടായ ആത്മീയ സംതൃപ്തി, അള്ളാഹുവിന്റെ അതിഥിയായി അനുഭവപ്പെട്ട ആ മാനസികാവസ്ഥ ആളുകളോട് പറയുമ്പോൾ എനിക്കും പോകണം ഹജ്ജിന് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഹജ്ജിന്റെ റൂഹ്, അതിന്റെ കാതലായ വശം ചർച്ചയിൽ വരുന്നില്ല. ദുനിയാവ ചർച്ച. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകും. ജാഹിലിയത്തിൽ എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ നിങ്ങൾ തിരിച്ചു പോകും. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി. ആ ജാഹിലിയത്ത് നമ്മിലുണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ ഓർമ്മിക്കാനാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്. പവിത്രമായ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ, ഒരു പവിത്രമായ സ്ഥലം ഭൂമിയിൽ അല്ലാഹു തആല പ്ലാൻ ചെയ്തത് എന്തിനാണ്? ആ സ്ഥലത്തിന് മാത്രം പവിത്രതയുണ്ടാകാനല്ല, ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും പവിത്രമാക്കാനാണ്. ഷഹറു റമളാൻ എന്ന മാസം അല്ലാഹു തആല പവിത്രമാക്കിയത്, അതിന് ബഹുമാനം കൽപ്പിച്ചത് എന്തിനാ? ബാക്കിയുള്ള മാസങ്ങളും മനുഷ്യൻ, നോമ്പെടുത്ത മനുഷ്യൻ പവിത്രതയുള്ള നോമ്പുകാലം പോലുള്ള മാസമാക്കിയെടുക്കണം. നമസ്കാരത്തിന്റെ സമയം അല്ലാഹു പരിഗണിച്ചത് എന്തിനാ? ബാക്കിയുള്ള സമയവും നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റിലൂടെ, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ പുണ്യകരമായ സംഭവമാക്കി, സമയമാക്കി എടുക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഇതെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അള്ളാഹു വിളിച്ചിട്ട് പോയതല്ലേ. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് നമ്മളെല്ലാവരും ഹാജിമാരുടെ കൂടെ കൂടി ലോകമൊന്നടങ്കം ഒന്നിച്ച് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നല്ലൊരു ബലിപെരുന്നാൾ, നല്ലൊരു ഹജ്ജ് കർമ്മം എല്ലാം നിർവഹിച്ചു. അപ്പോൾ തോന്നണം, ഞാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്നെ ക്ഷണിച്ചിട്ട് വന്നതാണ് എന്ന് ഹാജിമാർക്ക് തോന്നുമ്പോൾ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചിട്ട് അവർക്ക് തിരിച്ചു വരാൻ കഴിയും. ഇതൊരു ഹജ്ജിന്റെ മാത്രം അവസ്ഥയല്ല, എല്ലാ ഇബാദത്തുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അള്ളാഹുവുമായുള്ള ഒരു ലിഖാ, ഒരു കൂടിക്കാഴ്ച, അതാണ് ജുമഅയിൽ നടക്കുന്നത്, അതാണ് ഹജ്ജിൽ നടക്കുന്നത്. അള്ളാഹു പറഞ്ഞിടത്ത് അവൻ പറഞ്ഞതുപോലെ വന്നിരിക്കുന്ന, അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്ന, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വേദികൾ. ആ വേദികളിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെ സംബന്ധിച്ച് അള്ളാഹു അവന്റെ മലക്കുകൾക്കിടയിൽ ചർച്ച ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിങ്കൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന ബോധം നമ്മെ സ്വാധീനിക്കുമ്പോൾ നമുക്ക് ഈ സദസ്സിന്റെ മഹത്വം അറിയാൻ കഴിയും. നാം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മഹത്വം അറിയാൻ കഴിയും. നേരെ മറിച്ച് അവിടെയൊക്കെ ദുനിയാവാണ് നമ്മുടെ മനസ്സിലെങ്കിൽ, ദിക്റുള്ള അശേഷമില്ലെങ്കിൽ, നമ്മുടെ ഈ കൂടിയിരുത്തങ്ങളും ഇബാദത്തുകളെല്ലാം ഒരു പുറംചട്ടയായി, ഒരു പുറന്തോല് മാത്രമായി അത് പതിച്ചു പോകുന്നതാണ്. അറഫയിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോ ചില ഹാജിമാര് പറയാറുണ്ട്, ഞാനൊരു പുതപ്പങ്ങ് കരുതി, അതുകൊണ്ട് രക്ഷപ്പെട്ടു, നല്ലോണം ഉറങ്ങി എന്നൊക്കെ പറയാറുണ്ട്. ചർച്ച മുഴുവനും ദുനിയാവായിട്ട് വരിക. ഒരു ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്, അള്ളാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന ഒരു ചോദ്യമാണ് റസൂലുള്ളാഹി ആദ്യം ചോദിക്കുന്നത്.
എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പണം ചെലവാക്കുന്നതിനേക്കാൾ നല്ല സ്വർണവും വെള്ളിയും എന്നാ റസൂല് പറഞ്ഞത്, അതൊക്കെ ചെലവാക്കി ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ നല്ലത് പ്രതിരോധ സമരത്തിനിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഷഹീദാകുന്നതിനേക്കാൾ നല്ല ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞാലും റസൂലേ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടാകാൻ, നിങ്ങളുടെ നാവിൽ അള്ളാഹു ഉണ്ടാകാൻ, അള്ളാഹുവിനെ പറ്റി പറയാൻ, നിങ്ങളുടെ കർമ്മങ്ങളിൽ അള്ളാഹു ഉണ്ടാകാൻ, അള്ളാഹു പറഞ്ഞ പണി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് ഏറ്റവും വലിയ അമലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൽപ്പിച്ചില്ലേ അള്ളാഹിനെ ഓർമ്മിക്കാൻ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യന്മാരെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ വളരെ കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മിക്കുവീൻ. നിങ്ങൾ ദിക്ർ ചെയ്യുവീൻ എന്നല്ല കൽപ്പന, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുവീൻ എന്നല്ല കൽപ്പന. അത് ഏതായാലും വേണം. അള്ളാഹുവിന്റെ കൽപ്പന ദിക്റൻ കസീറാ, വളരെ കൂടുതലാക്കണം നിങ്ങളുടെ ഓർമ്മ. നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്, ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അവർ വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നുള്ളൂ. വിമർശനാണ്. അപ്പൊ കുറച്ച് ഓർമ്മിച്ചാൽ പോരാ, കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മിക്കണം. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് നേരെ വിപരീതമായ ഗഫലത്ത് അല്ലാഹു തആല ഖുർആനിൽ വിരോധിച്ചതായി കാണാൻ കഴിയും. വലാ തകും മിനൽ ഗാഫിലീൻ, അള്ളാഹുവിനെ പറ്റി ബോധമില്ലാത്ത, ചിന്തയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുതേ എന്ന് അല്ലാഹു തആല ഉപദേശിക്കുകയാണ്. അള്ളാഹു പ്രശംസിക്കുന്നു, വദാക്കിരീന അല്ലാഹ കസീറൻ വദാക്കിറാത്ത്, വളരെ കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർ, അത്തരം പുരുഷന്മാർ, വദാക്കിറാത്ത്, അത്തരം സ്ത്രീകൾ, എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മയുള്ള പുരുഷന്മാരും സ്ത്രീകളും, അവരെ അല്ലാഹു തആല പ്രശംസിക്കുകയാണ്. ഒരു മനുഷ്യന്റെ വിജയം അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള ആ ഓർമ്മയിലും ദിക്റിലുമാണെന്ന് ഖുർആൻ പറയാണ്. അല്ലാഹ് പറയുന്നു, വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ വളരെ കൂടുതലായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളും വിജയിച്ചേക്കാം. അപ്പൊ വിജയം വേണോ? കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മ വേണം. ഇരിക്കുമ്പോ നടക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർമ്മിക്കണം. അതാ നമ്മുടെ ഡ്യൂട്ടി. ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാ നോമ്പെടുക്കുന്നത്, അതിന് ക്ഷതം സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ ഇടക്കിടക്ക് കർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിലൂടെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നതല്ല. ഇടക്കിടക്ക് നമ്മെ ഒന്ന് സർവീസ് ചെയ്യാനാണ് കർമ്മങ്ങൾ. നിരന്തരമായി നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കണം. എന്തുകൊണ്ട്? അള്ളാഹ് പറയാണ്, വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലുത് അള്ളാഹുവിനെ ഓർമ്മിക്കലാണ്. അതിനേക്കാൾ അപ്പുറം വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് സകല ഇബാദത്തുകളെയും അല്ലാഹു തആല ദിക്റുമായി ബന്ധപ്പെടുത്തി. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നീ നമസ്കരിക്കുക. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വദ്കുറുല്ലാഹ കസീറാ. നിസ്കാരത്തിൽ മാത്രം പോരാ ദിക്ർ, പഠിച്ചോൻ ഓർമ്മ. നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൂടുതലായി അള്ളാഹുവിനെ ഓർമ്മിക്കണം. അപ്പൊ നമസ്കാരത്തിൽ ദിക്ർ, നമസ്കാരം കഴിഞ്ഞാലും ദിക്ർ. നോമ്പ് നോൽക്കാൻ പറഞ്ഞിടത്ത് അല്ലാഹു എന്താ പറഞ്ഞത്? വലിതുക്മിലുൽ ഇദ്ദ, അങ്ങനെ നിങ്ങൾ ഒരു മാസം അതിന്റെ എണ്ണം തികക്കാൻ വേണ്ടി. വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ തക്ബീർ ചൊല്ലാൻ, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അതിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഹജ്ജ് പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞില്ലേ,
ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങളുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കണേ, ദിക്ർ ചൊല്ലണേ എന്ന്. അപ്പൊ മനുഷ്യനെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന്, അള്ളാഹുവിനെ ഓർമ്മയുള്ള, അള്ളാഹുവുമായി അടുപ്പമുള്ള മനുഷ്യർ. മറ്റൊന്ന്, അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ അള്ളാഹുവുമായി അകന്നു പോയ മനുഷ്യർ. അള്ളാഹുവുമായി അടുപ്പം ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ ഓർമ്മിച്ചേ പറ്റൂ. മനസ്സിൽ അള്ളാഹിനെ ഓർമ്മയില്ലാതെ പിന്നെ എങ്ങനെ അള്ളാഹിനെ കൊള്ള അടുക്കുക? മറന്നുപോയാൽ അകലെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയാം. എത്രത്തോളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു. റബ്ബിനെ ഓർമ്മിക്കുന്ന, റബ്ബിന് ദിക്ർ ചെയ്യുന്നവന്റെ ഉദാഹരണം, അങ്ങനെ ചെയ്യാത്തവന്റെ ഉദാഹരണവും മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാത്തവൻ മരിച്ചവനാണ്. ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ജീവിക്കുന്നു എന്നേ ഉള്ളൂ, അവന്റെ ആത്മാവ് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹ് പറയാ, അന ഇന്ദ വന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെ കൊണ്ട് എന്താണോ വിചാരിക്കുന്നത് അവിടെ ഞാനുണ്ട്. വിചാരിക്കുന്നത് പോലെയാ എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരും, എന്നെ അനുഗ്രഹിക്കും. ഈ രൂപത്തിലുള്ള ചിന്ത മനുഷ്യനുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുക്കും. ഏത് സമയത്തും അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം. അള്ളാഹു പറയുന്നു, ആ ദാസന്റെ ഒപ്പമാണ് അള്ളാഹു ഇദാ ദക്കറനി. റസൂലുള്ളാഹി പറയാണ്, എന്നെ ഓർമ്മിക്കുമ്പോഴൊക്കെ ഞാൻ ആ ദാസന്റെ കൂടെയാണ്. വഇന്നി മഅഹു ഇദാ ദക്കറനി, എന്നെ ഓർമ്മിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മെ അള്ളാഹു ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നതാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നൽകാൻ ഇന്ന് പ്രബോധന രംഗത്ത് വരെ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് വശമുണ്ടല്ലോ. ഒന്ന് നഫിയാണ്, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാർ ഇല്ല എന്നതാണ്. ആ വശത്തിന് വല്ലാതെ ഊന്നൽ നൽകണം. അവിടെയാണ് ശിർക്ക് വരുന്നത്. പക്ഷെ അവിടെ ഒരു ഇസ്ബാത്തുണ്ടല്ലോ, ഇല്ലല്ലാ, അള്ളാഹു മാത്രം എന്ന ഒരു ഭാഗമുണ്ടല്ലോ. ആ ഭാഗത്തിന് അത്ര തന്നെ പ്രാധാന്യം നൽകണം. അള്ളാഹുവിനെ പഠിച്ചേ മതിയാകൂ. ആരാണ് അള്ളാഹു? അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ് ഈ പ്രകൃതി ഈ രൂപത്തിലെല്ലാം അള്ളാഹു സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പ്രതാപിയാണ് എന്ന് അള്ളാഹു പറയുമ്പോ അള്ളാഹുവിന്റെ പ്രതാപത്തിന് സാക്ഷിയാകുന്ന ഒരു പ്രപഞ്ചം നമുക്ക് മുന്നിൽ അള്ളാഹു തആല തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിയാം. കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ഒരു വീട് ഒരാൾ നിർമ്മിച്ചാൽ നമ്മൾ പറയും വലിയ പ്രതാപിയാണ്. ഹെലികോപ്റ്റർ ഇറങ്ങുമെങ്കിലോ പിന്നെ പറയാൻ വേണ്ട, വലിയ പ്രതാപിയാണ്. അള്ളാന്റെ ഭൂമിയിലല്ലേ ഉള്ള വിമാനം മുഴുവൻ ഇറങ്ങുന്നത്. എത്ര വലിയ ഭൂമിയുടെ ഉടമയാ അല്ലാഹ്, എത്ര വലിയ സൂര്യന്റെ ഉടമയാ അല്ലാഹ്. അവനേക്കാൾ വലിയ പ്രതാപം മറ്റാർക്കാണുള്ളത്? അവൻ്റെതല്ലേ ഗ്യാലക്സികൾ, അവൻ്റെതല്ലേ ഈ പ്രപഞ്ചം മുഴുവനും. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പരലോകത്തിന്റെ ഉടമയായ അള്ളാഹു പറയുന്നു, ഞാനാണ് പ്രതാപി. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനാണ് പ്രതാപം. അള്ളാഹുവിന്റെ പ്രതാപത്തെ കുറിച്ച് ഓർക്കുക, അവന്റെ കഴിവിനെ കുറിച്ച് ഓർക്കുക, നിരന്തരമായി അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുക. പെട്ടെന്ന് മരിച്ചു പോകുന്ന, തീർന്നു പോകുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതം തീരുന്നതിന് മുമ്പ് ബാധ്യത നിർവഹിക്കുക, അള്ളാഹുവിനെ തിരിച്ചറിയുക, അവനുമായി നിരന്തരം സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അല്ലാത്തവരെ, ഇവിടെ മഹാന്മാരെയും മഹത്തുക്കളെയും
അവരെ പ്രകീർത്തിക്കാനും അവരുടെ പേരിൽ നാമധേയത്തിൽ സദസ്സുകൾ സംഘടിപ്പിക്കാനും പരിപാടികൾ സംഘടിപ്പിക്കാനും ഒരുപാട് ആളുകളുണ്ട്. എന്തിനേറെ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് വരെ മഹാന്മാരെ ആരാധിക്കാനും അവരെ പ്രകീർത്തിക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മിക്കാൻ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് വിശ്വസിക്കുന്ന നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക, സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ഓർക്കുക. അങ്ങനെ വിനയാന്വിതരായി അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി സുജൂദ് ചെയ്ത് അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നാളെ മഹ്ശറയിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിലും പല ഇടങ്ങളിലും പല സൂറകളിലും പരാമർശിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസുകളിലും ഉണ്ട്. അള്ളാഹു സൂറ ഫുർഖാനിൽ ഒരു വിചാരണ രംഗം അവതരിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വയൗമ യഹ്ശുറുഹു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. വമാ യഅ്ബുദൂൻ, അവരാരാധിച്ച വസ്തുക്കളെയും ഒരുമിച്ച് കൂട്ടും. വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ, വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ, അങ്ങനെ ആരാധകന്മാരും ആരാധ്യന്മാരും എല്ലാവരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഫയഖൂൽ, അള്ളാന്റെ ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? ആരോടാ ചോദ്യം? ഈ ആരാധ്യന്മാരോടാ ചോദ്യം. വിഗ്രഹങ്ങളാണെങ്കിൽ അതിനോട്, മരമാണെങ്കിൽ അതിനോട്, മനുഷ്യനാണെങ്കിൽ അവനോട്, പുണ്യാളനാണെങ്കിൽ അവനോട്. ഈസാ നബിയൊക്കെ ചോദ്യം ചെയ്യുന്നത്, ആരാധനാരംഗത്ത് ഈസാ നബിയെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ട്. നീ പറഞ്ഞിട്ടാണോ നിന്നെയും നിന്റെ ഉമ്മാനെയൊക്കെ ആരാധിക്കണമെന്ന് നീയാണോ പറഞ്ഞത് ഈസ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഈസാ നബി മറുപടി പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. അത് എല്ലാവരെയും അല്ലാഹു തആല ചോദ്യം ചെയ്യും. കാരണം അല്ലാഹുവിന്റെ ആധിപത്യത്തിൽ തൊട്ടുള്ള കളിയാണത്, ശിർക്ക് ചെയ്തുകൊണ്ടുള്ള കളിയാണത്. അപ്പൊ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആരാധ്യന്മാരോട് അല്ലാഹു ചോദിക്കും. എന്താ ചോദ്യം? അഅൻതും അഉലൽതും ഇബാദി ഹഉലാ, എന്റെ ഈ ദാസന്മാരെ നിങ്ങൾ പിഴപ്പിച്ചതാണോ? അം ഹും വല്ലു സബീൽ, അല്ലെങ്കിൽ അവർ സ്വയം പേച്ചു പോയതാണോ? നിങ്ങൾ മറുപടി പറയണം. നിങ്ങളെയാണല്ലോ ഇവരെ ആരാധിച്ചത്, നിങ്ങൾ പേപ്പിച്ചതാണോ ഇവരെ, അല്ല അവർ സ്വയം പേച്ചതാണോ? അപ്പൊ അവരുടെ മറുപടി, വിഗ്രഹങ്ങളും മരങ്ങളൊക്കെ പറയാൻ, ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങളും മരങ്ങളും അവയെ കൊണ്ടുള്ള സംസാരിപ്പിക്കുകയാ. കൈ കൊണ്ട് സംസാരിപ്പിക്കുന്ന അല്ലാഹു, കാല് കൊണ്ട് സംസാരിപ്പിക്കുന്ന അല്ലാഹു എല്ലാ വസ്തുക്കളെ കൊണ്ടും മഹ്ശറയിൽ വെച്ച് സംസാരിപ്പിക്കുകയാ. ഭൂമി സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ മഹ്ശറയിൽ? അങ്ങനെ അവ സംസാരിക്കുകയാണ് അല്ലാഹുവിനോട്. ഖാലു, അവര് പറയുന്നു, സുബ്ഹാനക, അല്ലാഹ് നീ എത്ര പരിശുദ്ധനാണ്. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിനക്ക് പുറമെ ഒരു സംരക്ഷകന്മാരെ ഉണ്ടാക്കുക എന്നത് ഞങ്ങൾക്കൊട്ടും ചേർന്ന പണിയല്ല, ഞങ്ങൾ അതൊരിക്കലും ചെയ്തിട്ടില്ല. സംരക്ഷകൻ നീ മാത്രമാണ്, ആരാധിക്കപ്പെടേണ്ടവൻ നീ മാത്രമാണ്. നിനക്ക് പകരം ആരാധ്യന്മാരെയും സംരക്ഷകന്മാരെയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ നിരപരാധിത്വം പറയുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം, അതാണ് ശ്രദ്ധേയം. എന്തുകൊണ്ടാണ് ഇവര് ശിർക്ക് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞിട്ടല്ല. ഇവര് ശിർക്ക് ചെയ്തത് ഇവർക്ക് ദിക്റില്ലാത്തത് കൊണ്ടാ. ദിക്ർ ഇവരെ ഒഴിവാക്കി,
അതുകൊണ്ടാണ് ഇവര് ശിർക്കിലായത്. വലാകിൻ മത്തഅതഹും, നീ അവരെ അങ്ങ് സുഖിപ്പിച്ചു. അവരെ മാത്രമല്ല വആബാഅഹും, അവരുടെ പിതാക്കന്മാരെയും ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു, ആരോഗ്യം കൊടുത്തു. അവരുടെ നബിമാര് വന്നിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ ആ നബിമാരുടെ ഉപദേശങ്ങൾ അവർ ദിക്ർ മറന്നുപോയി, അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. നിന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ, ഖുർആനിനെ പറ്റിയുള്ള ഓർമ്മ, റസൂൽ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ദിക്ർ ഓർമ്മ, ആ ഓർമ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് അവർ ശിർക്ക് ചെയ്യാനുള്ള കാരണം, അല്ലാതെ ഞങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതല്ല. അങ്ങനെ വഖാനു, അവരായി തീർന്നു, ഖൗമൻ ബൂറാ, നശിച്ച ജനവിഭാഗമായി പോയി. അവർക്ക് ദിക്ർ നഷ്ടപ്പെട്ടത് കൊണ്ട് അവര് തന്നെ നഷ്ടത്തിലായി. അങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായി ആരാധ്യന്മാർ അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല പറയാണ്, നിങ്ങൾക്ക് സമാധാനം വേണോ, ശാന്തി വേണോ? അത് പണം കൊണ്ടുണ്ടാവൂല, പ്രതാപം കൊണ്ടുണ്ടാവൂല. നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ അലാ അറിയണേ, അല്ലാഹുവിനെ ഓർമ്മിച്ചോ, തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാകും. ഏത് സന്ദർഭത്തിലും നമുക്ക് ഓർമ്മ വേണം, എനിക്ക് അല്ലാഹു തന്നത് മതി, ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. റബ്ബേ എന്നെ കാത്തോളണേ. ദുനിയാവിൽ ഒരുപാട് സംഗതികൾ അഭിമുഖീകരിക്കാനുള്ളവനാണ് ഞാൻ. മരണപ്പെടുമ്പോൾ ഒരുപാട് അഭിമുഖീകരിക്കാനുള്ളവനാണ് ഞാൻ. മഹ്ശറയിൽ ഒരുപാട് അഭിമുഖീകരിക്കാനുള്ളവനാണ് ഞാൻ. ഖബർ കാണേണ്ടവനാണ് ഞാൻ. ആ സന്ദർഭത്തിലൊക്കെ എന്റെ സംരക്ഷകനായി ഞാൻ ആരെയും കരുതി വെച്ചിട്ടില്ല. അല്ലാ, നിന്നെ മാത്രമാണ് കരുതി വെച്ചത്. നീ എന്നെ കാത്തോളണേ എന്ന ഓർമ്മ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഇല്ല, അവന് സമാധാനമല്ലാതെ മറ്റൊന്നുമില്ല. അവനെ അള്ളാഹു സംരക്ഷിക്കും. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആവശ്യപ്പെടുന്നു. ബലിപെരുന്നാൾ കഴിഞ്ഞ സ്ഥിതിക്ക്, ഹജ്ജ് കഴിഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളോട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സുജൂദിന് കനം കൂടേണ്ടതുണ്ട്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കനം കൂടേണ്ടതുണ്ട്, അള്ളാഹുവുമായി കൂടുതൽ അടുക്കേണ്ടതുണ്ട്. മരണത്തോടടുക്കുമ്പോൾ കൂടുതൽ നമ്മൾ അടുക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. മരണത്തോടടുക്കുമ്പോൾ കൂടുതൽ നാം അടുക്കേണ്ടത് അള്ളാഹുവിങ്കലേക്കാണ്. അതല്ലാതെ ദേഹേച്ഛകളിലേക്കും ശൈത്താനിലേക്കും അല്ല നമ്മൾ അടുക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്കടുത്ത്, അവൻ ഇഷ്ടപ്പെടുന്നതിലേക്കടുത്ത്, സ്വർഗത്തിലേക്കടുത്ത് ഈമാനോടുകൂടി വലിച്ചു പോകാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും നിന്നെ മറന്നു പോകാത്ത, നിരന്തരമായി നിന്നെ ഓർമ്മിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദിന്റെ വിരുദ്ധമായ യാതൊരു ചിന്തയും, യാതൊരു പ്രവർത്തനവും, യാതൊരു സംസാരവും എല്ലാറ്റിനെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബസമേതം നിന്നിലേക്ക് മടങ്ങി സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നീ കണക്കാക്കിയ മുഴുവൻ ശർറുകളെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.